20-ാം നൂറ്റാണ്ടിലെ ലോക ചരിത്രത്തെ ഏറ്റവും ശക്തമായി സ്വാധീനിച്ച നേതാക്കളിൽ ഒരാളാണ് അഡോൾഫ് ഹിറ്റ്ലർ. നാസി പാർട്ടിയുടെ നേതാവായി ഉയർന്ന അദ്ദേഹം ജർമ്മനിയിൽ ഏകാധിപത്യ ഭരണകൂടം സ്ഥാപിച്ചു. ജാതി മേൽക്കോയ്മ പിന്തുടർന്ന അദ്ദേഹത്തിൻ്റെ നയങ്ങൾ ലോക ചരിത്രത്തിൽ ഏറ്റവും വിവാദപരവും ഭീകരവുമായ നേതാക്കളിൽ ഒരാളായി ഹിറ്റ്ലർ ഇന്നും ഓർക്കപ്പെടുന്നു. 1989 ഏപ്രിൽ 20 ബ്രണൗ എമിൻ, ഓസ്ട്രിയ എന്ന രാജ്യത്തിലായിരുന്നു ഹിറ്റ്ലറുടെ ജനനം. ഹിറ്റ്ലറുടെ ലോകദർശനം പ്രധാനമായും 2 ആശയങ്ങളെ ചുറ്റിപ്പറ്റിയായിരുന്നു: ഭൗമവിസ്താരം, ജാതി മേൽക്കോയ്മ. ഈ ആശയങ്ങളെയാണ് അദ്ദേഹം പോളണ്ടിനെ ആക്രമിക്കാൻ തീരുമാനിച്ചതിന് പിന്നിലെ പ്രധാന കാരണം. ഈ ആക്രമണം തന്നെയാണ് 2-ാം ലോകമഹായുദ്ധത്തിനും തുടക്കമായി മാറിയത്. അതുപോലെ തന്നെ ഹോളോകാസ്റ്റ് സമയത്ത് ഏകദേശം 6 ദശലക്ഷം യൂതന്മാരെയും കൂടാതെ ലക്ഷക്കണക്കിന് മറ്റു ആളുകളെയും ക്രമബദ്ധമായി കൊലപ്പെടുത്തിയ സംഭവങ്ങൾക്കും ഇതേ ആശയങ്ങൾ കാരണമായി. ഹിറ്റ്ലറുടെ പിതാവ് അലോയ്സ് ഹിറ്റ്ലർ വിവാഹത്തിന് പുറത്തു ജനിച്ച കുട്ടിയായിരുന്നു. ഒരു കാലത്ത് അദ്ദേഹം തൻ്റെ അമ്മയുടെ കുടുംബനാമമായ ഷിക്കൽ ഗ്രുബർ ഉപയോഗിച്ചിരുന്നു. എന്നാൽ 1876 അദ്ദേഹം തൻ്റെ കുടുംബത്തിൻ്റെ പേരായ ഹിറ്റ്ലർ എന്ന പേര് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. അഡോൾഫ് ഹിറ്റ്ലർ തൻ്റെ ജീവിതകാലത്ത് മറ്റൊരു കുടുംബനാമവും ഉപയോഗിച്ചിട്ടില്ല. ഹിറ്റ്ലറുടെ പ്രാരംഭ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അവൻ്റെ പിതാവ് സർക്കാർ കസ്റ്റംസ് സേവനത്തിൽ നിന്ന് വിരമിച്ച ശേഷം അഡോൾഫ് ഹിറ്റ്ലർ തൻ്റെ ബാല്യത്തിൻ്റെ ഭൂരിഭാഗവും ലിൻസ് എന്ന നഗരത്തിലാണ് ചെലവഴിച്ചത്. അപ്പർ ഓസ്ട്രിയയുടെ തലസ്ഥാനമായിരുന്നു ലിൻസ്. ജീവിതകാലം മുഴുവനും അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നഗരം ലിൻസ് ആയിരുന്നു. മരിച്ച ശേഷം അവിടെ തന്നെ അടക്കം ചെയ്യണമെന്ന് പോലും അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ഹിറ്റ്ലറുടെ പിതാവായ അലോയ്സ് ഹിറ്റ്ലർ 1903 മരിച്ചു. എന്നാൽ തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ജീവിതം തുടരാൻ മതിയായ പെൻഷനും സമ്പാദ്യവും അദ്ദേഹം വിട്ടുപോയിരുന്നു. ഹിറ്റ്ലർ തൻ്റെ പിതാവിനെ ഭയപ്പെടുകയും ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്തിരുന്നെങ്കിലും തൻ്റെ അമ്മയോട് വളരെ സ്നേഹമുള്ള മകനായിരുന്നു. ഏറെക്കാലം കഷ്ടപ്പെട്ട ശേഷം 1907 അവൻ്റെ അമ്മയും അന്തരിച്ചു. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഹിറ്റ്ലറുടെ പഠനഫലം ശരാശരിയായിരുന്നു. അതിനാൽ അദ്ദേഹം സെക്കൻഡറി വിദ്യാഭ്യാസം കഴിഞ്ഞ് മുന്നോട്ട് പഠിച്ചില്ല. സ്കൂൾ വിട്ട ശേഷം അദ്ദേഹം വിയന്ന സന്ദർശിച്ചു. പിന്നീട് വീണ്ടും ലിൻസിലേക്ക് മടങ്ങി. ആ സമയത്ത് അദ്ദേഹം ഒരു കലാകാരനാകാനുള്ള സ്വപ്നം കണ്ടിരുന്നു. പിന്നീട് അദ്ദേഹം ചെറിയൊരു അലവൻസ് ഉപയോഗിച്ച് വിയന്നയിൽ താമസിച്ചു. കല പഠിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. എന്നാൽ അക്കാഡമി ഓഫ് ഫൈൻ ആർട്സ് വിയന്നയിൽ പ്രവേശനം നേടാൻ അദ്ദേഹം 2 തവണ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. ചില വർഷങ്ങൾ അദ്ദേഹം വളരെ ഏകാന്തമായി ഒറ്റപ്പെട്ട് ജീവിച്ചു. പോസ്റ്റ് കാർഡുകളും പരസ്യചിത്രങ്ങളും വരച്ച ചെറിയ വരുമാനം സമ്പാദിച്ചായിരുന്നു ജീവിതം. പലപ്പോഴും ഒരു മുനിസിപ്പൽ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറി താമസിക്കുകയായിരുന്നു. ഇതിനിടയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പിന്നീട് ജീവിതത്തിൽ കാണപ്പെട്ട ചില സ്വഭാവ ഗുണങ്ങൾ പ്രകടമായിരുന്നു: ഏകാന്തത, രഹസ്യ സ്വഭാവം, ബൊഹീമിയൻ ജീവിതശൈലി, കൂടാതെ വിയനയിലെ ബഹുജാതി സംസ്കാരത്തോടുള്ള കോസ്മോപൊളിറ്റിയൻ ജീവിതത്തോടുള്ള വെറുപ്പും. 1913 അഡോൾഫ് ഹിറ്റ്ലർ മ്യൂണിക് നഗരത്തിലേക്ക് മാറി താമസിച്ചു. 1914 ഫെബ്രുവരിയിൽ ഓസ്ട്രിയൻ സൈനിക സേവനത്തിനായി നടത്തിയ പരിശോധനയിൽ ശരീരശക്തി മതിയായില്ലെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സൈനിക സേവനത്തിൽ നിന്ന് ഔദ്യോഗികമായി അയോഗ്യനാക്കി പ്രഖ്യാപിച്ചു. എന്നാൽ 1-ാം ലോക മഹായുദ്ധം ആരംഭിച്ചതോടെ ഹിറ്റ്ലർ ലുഡ്വിഗ് III ഓഫ് ബവാരിയയോട് സൈന്യത്തിൽ ചേർക്കാൻ അനുമതി തേടി അപേക്ഷിച്ചു. അപേക്ഷ നൽകിയതിന് 1 ദിവസം കഴിഞ്ഞ് തന്നെ അദ്ദേഹം 16th ബവേറിയൻ റിസർവ് ഇൻഫൻട്രി റെജിമെന്റിൽ ചേർക്കാൻ അനുമതി ലഭിച്ചതായി അറിയിക്കപ്പെട്ടു. ഏകദേശം 8 ആഴ്ചകളുടെ പരിശീലനത്തിന് ശേഷം 1914 ഒക്ടോബറിൽ അദ്ദേഹത്തെ ബെൽജിയത്തിലേക്ക് അയച്ചു. അവിടെ അദ്ദേഹം ഫസ്റ്റ് ബാറ്റൽ ഓഫ് വൈപ്രസ് എന്ന യുദ്ധത്തിൽ പങ്കെടുത്തു. യുദ്ധകാലം മുഴുവൻ അദ്ദേഹം സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചു. 1916 ഒക്ടോബറിൽ അദ്ദേഹത്തെ പരിക്കേറ്റു. പിന്നീട് 2 വർഷങ്ങൾക്ക് ശേഷം വൈപ്രസ് സമീപത്ത് ഗ്യാസ് അറ്റാക്കിൽ പെടുകയും ചെയ്തു. യുദ്ധം അവസാനിക്കുമ്പോൾ അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു.
യുദ്ധകാലത്ത് ഹിറ്റ്ലർ മുൻനിരയിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് സന്ദേശം എത്തിക്കുന്ന റണ്ണറായി സേവനം ചെയ്തു. യുദ്ധത്തിൽ കാണിച്ച ധൈര്യത്തിന് 1914 ഡിസംബറിൽ അയൺ ക്രോസ് സെക്കൻഡ് ക്ലാസും 1918 ഓഗസ്റ്റിൽ അയൺ ക്രോസ് ഫസ്റ്റ് ക്ലാസും ലഭിച്ചു. ഒരു കോർപ്പറൽ പദവിയിലുള്ള സൈനികന് ലഭിക്കുന്ന അപൂർവമായ ബഹുമതിയായിരുന്നു ഇത്. സിവിലിയൻ ജീവിതത്തിലെ നിരാശയും ലക്ഷ്യമില്ലായ്മയും ഒഴിവാക്കാൻ യുദ്ധം അദ്ദേഹത്തിന് വലിയൊരു ആശ്വാസമായിരുന്നു. സൈനികരുടെ കർശനമായ ശാസനയും കൂട്ടായ്മയും അദ്ദേഹത്തെ ആകർഷിച്ചു. ഇതിലൂടെ അദ്ദേഹത്തിൻ്റെ യുദ്ധത്തിൻ്റെ വീരത്വത്തിലും മഹത്വത്തിലും ഉള്ള അദ്ദേഹത്തിൻ്റെ വിശ്വാസം കൂടുതൽ ശക്തമായി. 1920 പാർട്ടിയുടെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ചുമതല അദ്ദേഹത്തിന് ലഭിച്ചു. അതേ വർഷം പാർട്ടിയുടെ പേര് നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ നാസി പാർട്ടി ആയി മാറി. പാർട്ടിയിൽ തൻ്റെ സ്ഥാനം ശക്തിപ്പെടുത്താൻ അദ്ദേഹം സൈന്യത്തിൽ നിന്ന് രാജിവെച്ചു. അത്തരം ഒരു പാർട്ടി വളരാൻ അനുകൂലമായ സാഹചര്യം അന്നുണ്ടായിരുന്നു. യുദ്ധത്തിൽ തോറ്റതിൻ്റെ വെറുപ്പും സമാധാന ഉടമ്പടിയുടെ കഠിന നിബന്ധനകളും സാമ്പത്തിക പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുകയും ജനങ്ങളിൽ വ്യാപക അസന്തോഷം സൃഷ്ടിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് ബവാരിയയിൽ ഇത് കൂടുതൽ ശക്തമായിരുന്നു. കാരണം അവിടുത്തെ പരമ്പരാഗത വേർതിരിവ് മനോഭാവവും ബെർലിനിലെ റിപ്പബ്ലിക്കൻ സർക്കാരിനോടുള്ള ജനങ്ങളുടെ വിരോധവും ആണ് ഇതിന് കാരണമായത്. 1920 മാർച്ചിൽ ചില സൈനിക ഉദ്യോഗസ്ഥർ വലതുപക്ഷ സർക്കാർ സ്ഥാപിക്കാൻ ശ്രമിച്ചെങ്കിലും ആ ശ്രമം പരാജയപ്പെടുകയായിരുന്നു ചെയ്തത്. ഒരിക്കൽ അസന്തുഷ്ടരായ മുൻ സൈനികർ 1918-19 കാലത്ത് രൂപീകരിക്കപ്പെട്ട ഫ്രീ കോർപ്സ് അംഗങ്ങൾ റിപ്പബ്ലിക്കിനെതിരെ പ്രവർത്തിച്ച രാഷ്ട്രീയ ഗൂഢാലോചന എന്നിവരുടെ സംഗമം കേന്ദ്രമായി മാറി. ഇവരിൽ പലരും പിന്നീട് നാസി പാർട്ടിയിൽ ചേർന്നു. അവരിൽ പ്രധാനമായിരുന്നത് എർണസ്റ്റ് റോം ആയിരുന്നു. ജില്ലാ സൈനികൻ കമാൻഡിലെ സ്റ്റാഫ് അംഗമായിരുന്നു അദ്ദേഹം. ഹിറ്റ്ലറിനും മുമ്പ് തന്നെ ജർമ്മൻ വർക്കേഴ്സ് പാർട്ടിയിൽ അംഗമായിരുന്നു അദ്ദേഹം. ഹിറ്റ്ലറിൻ്റെ ഉയർച്ചയ്ക്ക് അദ്ദേഹം വലിയൊരു സഹായം നൽകി. പാർട്ടി യോഗങ്ങളെ സംരക്ഷിക്കാനും സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും ആക്രമിക്കാനും ശക്തിയുടെ പ്രതിനിധി സൃഷ്ടിക്കാനും ഹിറ്റ്ലർ ഉപയോഗിച്ച ശക്തമായ സംഘങ്ങളെ റിക്രൂട്ട് ചെയ്ത സ്ഥലമായിരുന്നു. 1921 ഈ സംഘങ്ങളെ അദ്ദേഹം ഔദ്യോഗികമായി സ്വകാര്യ പാർട്ടി സൈന്യമായി രൂപീകരിച്ചു. അതാണ് സ്റ്റംബൽടെലിൻ. ബവേരിയയിൽ സർക്കാരിൽ നിന്ന് ചില സംരക്ഷണവും അറിയാൻ നേടി. പ്രദേശത്തെ സൈനിക കമാൻഡറിനെ ആശ്രയിച്ചായിരുന്നു സർക്കാർ അവൻ്റെ ചില ഭീകര രീതികൾ നിശബ്ദമായി സഹിക്കുകയും ചെയ്തു. ഇത്തരം സാഹചര്യങ്ങൾ ചെറിയ നാസി പാർട്ടിയുടെ വളർച്ചയ്ക്ക് അനുകൂലമായിരുന്നു. അവയെ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ ഹിറ്റ്ലർ വളരെ ചതുരനായിരുന്നു. പാർട്ടിയിൽ ചേർന്നപ്പോൾ അത് കാര്യക്ഷമതയില്ലാത്തതും ലക്ഷ്യങ്ങൾ വ്യക്തമായില്ലാത്തതുമായിരുന്നു. നേതൃത്വത്തിൽ ഭിന്നതയുണ്ടാവുമെന്നും അദ്ദേഹം കണ്ടു. ദേശീയതയും സാമൂഹ്യവാദ ആശയങ്ങളും ഉൾക്കൊള്ളുന്ന പരിപാടി അദ്ദേഹം അംഗീകരിച്ചെങ്കിലും അതൊരു ലക്ഷ്യത്തിലെത്താനുള്ള മാർഗമായി മാത്രമാണ് അദ്ദേഹം കണ്ടത്. 1921 ജൂലൈയിൽ അദ്ദേഹം ഏകദേശം പരിമിതികളില്ലാത്ത അധികാരങ്ങളോടെ പാർട്ടിയുടെ നേതാവായി. തുടക്കത്തിൽ തന്നെ അംഗങ്ങളെ തൻ്റെ വ്യക്തിയോട് വിശ്വസ്തകരമാകുന്ന ശക്തമായ ജനപ്രസ്ഥാനമൊരുക്കുകയാണ് അദ്ദേഹം ലക്ഷ്യമിട്ടത്. പാർട്ടി പത്രമായ ബോൾഷെ റിവ്യൂ ബാസ്റ്റർ മുഖേനയും വലിയ പൊതുയോഗങ്ങൾ മുഖേനയും അദ്ദേഹം ശക്തമായ പ്രചരണം നടത്തി. ചെറിയൊരു സംഘത്തിൽ നിന്ന് ആരംഭിച്ച് ഈ യോഗങ്ങളിൽ പിന്നീട് ആയിരക്കണക്കിന് ആളുകൾ എത്താൻ തുടങ്ങി. തൻ്റെ ആകർഷകമായ വ്യക്തിത്വവും ശക്തമായ നേതൃഗുണങ്ങളും ഉപയോഗിച്ച് അദ്ദേഹം നിരവധി നാസി നേതാക്കളെ തൻ്റെ ചുറ്റും കൂട്ടിയെടുത്തു. ഇവരിൽ ഡയട്രിഷ് എക്കാർട്ട് ഹിറ്റ്ലറിൻ്റെ ഉപദേശകനായി പ്രവർത്തിച്ചു. ആൽഫ്രഡ് റോസൻബർഗ്, റുഡോൾഫ് ഹെസ്, ഹെർമൻ ഗോറിംഗ്, ഉലിയാസ് സ്പേഷർ എന്നിവരാണ് പ്രധാനപ്പെട്ടത്. 1923 നവംബറിൽ നടന്ന ബീർ ഹോൾപുഷ് നാസി പാർട്ടിയുടെ വളർച്ചയുടെ ഒരു വലിയ സംഭവമായി. അന്ന് അഡോൾഫ് ഹിറ്റ്ലറും എറിക് ലുഡൻഡോർഫും ചേർന്ന് അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. അന്നത്തെ ജർമ്മൻ സർക്കാർ വെയ്മർ റിപ്പബ്ലിക്കിനെതിരെ ജനങ്ങൾക്കുണ്ടായിരുന്ന സന്തോഷം അവർ ഉപയോഗിക്കാൻ ശ്രമിച്ചു. ബവേരിയൻ സർക്കാരിനെയും സൈനിക കമാൻഡറിനെയും ദേശീയ വിപ്ലവം പ്രചരിപ്പിക്കാൻ അവർ നിർബന്ധിപ്പിക്കുകയും ചെയ്തു. എന്നാൽ അവസ്ഥ അക്രമമായി മാറി. പോലീസും സൈന്യവും മുന്നോട്ട് നടന്ന പ്രതിഷേധക്കാരുടെ മേൽ വെടിവെച്ചു. ചിലർ കൊല്ലപ്പെട്ടു. ഹിറ്റ്ലർക്ക് പരിക്കുപറ്റി. 4 പോലീസുകാരും മരിച്ചു. പിന്നീട് ഹിറ്റ്ലറിനെ രാജ്യദ്രോഹ കുറ്റത്തിന് വിചാരണ ചെയ്തു. ഈ വിചാരണ വലിയ വാർത്തയായതിനാൽ
ഹിറ്റ്ലർ അത് തൻ്റെ പ്രചാരണത്തിന് ഉപയോഗിച്ചു. ഈ സംഭവത്തിൽ നിന്ന് ഹിറ്റ്ലർ ഒരു പ്രധാന പാഠം പഠിച്ചു. അധികാരം പിടിക്കേണ്ടത് ബലപ്രയോഗത്തിലൂടെയല്ല, നിയമപരമായ വഴിയിലൂടെയാണ്. അദ്ദേഹത്തെ 5 വർഷം തടവിന് ശിക്ഷിച്ചെങ്കിലും വെറും 9 മാസം മാത്രമാണ് ജയിലിൽ കഴിഞ്ഞത്. ലാൻഡ്സ്ബർഗ് പ്രിസൺ എന്ന ജയിലിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. അവിടെ കഴിയുമ്പോൾ അദ്ദേഹം മെയിൻ ക്യാമ്പ് എന്ന പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗം എഴുതിച്ചു. ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതകഥയും രാഷ്ട്രീയ ആശയങ്ങളും ഉൾക്കൊള്ളുന്ന പുസ്തകമായിരുന്നു. ഹിറ്റ്ലറിൻ്റെ ആശയങ്ങളിൽ ഒരു പ്രധാന കാര്യം ജാതികളും രാജ്യങ്ങളും അണുകളും സമത്വമില്ല എന്ന വിശ്വാസമായിരുന്നു. ജാതി മനുഷ്യരിൽ ഏറ്റവും മികച്ചതാണെന്ന് അദ്ദേഹം കരുതി. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ വോൾക്ക് എന്നത് ജനതയാണ്, ജർമ്മൻ ജനതയാണ് അതിൽ ഏറ്റവും മഹത്തായത് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഒരു രാജ്യത്തിൻ്റെ ജോലി ജനങ്ങളെ സേവിക്കുകയാണ്, പക്ഷേ വെയ്മാർ റിപ്പബ്ലിക് അത് ശരിയായി ചെയ്യില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ജനാധിപത്യ പാർലമെന്റ് സംവിധാനത്തെയും ഹിറ്റ്ലർ വിമർശിച്ചു. എല്ലാവരും ഒരുപോലെയാണെന്ന ആശയം തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞു. പകരം ഒരു ശക്തനായ നേതാവ് രാജ്യം നയിക്കണം എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ആ നേതാവിനെ ഫഹ്റർ എന്ന് വിളിച്ചു. ഹിറ്റ്ലറുടെ കാഴ്ചയിൽ നാസിസത്തിന്റെ ഏറ്റവും വലിയ ശത്രു മാർക്സിസമായിരുന്നു. ഇത് സോഷ്യലിസവും കമ്മ്യൂണിസവും ഉൾപ്പെടുന്ന ആശയമാണ്. കൂടാതെ യൂതന്മാരെയാണ് അദ്ദേഹം ഏറ്റവും വലിയ ശത്രുവായി കണ്ടത്. മെയിൻ ക്യാമ്പിൽ അദ്ദേഹം യൂതന്മാരെ വളരെ മോശമായാണ് ചിത്രീകരിച്ചത്. ഹിറ്റ്ലർ ജയിലിൽ കഴിയുമ്പോൾ നാസി പാർട്ടിയിലുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടായി. അദ്ദേഹം പുറത്തിറങ്ങിയപ്പോൾ 1923 പോലെ സാഹചര്യം നല്ലതായിരുന്നില്ല. ജർമ്മനിയിൽ സാമ്പത്തിക സ്ഥിതി കുറച്ച് മെച്ചപ്പെട്ടു. ഇത് ഡോസ് പ്ലാൻ കാരണമുണ്ടായി. 1926 പാർട്ടിക്കുള്ളിൽ ഗ്രെഗർ സ്ട്രേസറിനെതിരെ ഹിറ്റ്ലർക്ക് തൻ്റെ നേതൃസ്ഥാനം ഉറപ്പിച്ചു. 1929 ഉണ്ടായ ഗ്രേറ്റ് ഡിപ്രഷൻ കാരണം വീണ്ടും ജർമ്മനിയിൽ പ്രശ്നങ്ങൾ തുടങ്ങി. 1930 ഹിറ്റ്ലർ ആൽഫ്രഡ് ഹ്യൂഗൻബർഗ് എന്ന നേതാവുമായി ചേർന്ന് യങ്സ് പ്ലാനിനെതിരെ പ്രചരണം നടത്തി. ഹ്യൂഗൻബർഗിൻ്റെ പത്രങ്ങളുടെ സഹായത്തോടെ ഹിറ്റ്ലർ ജർമ്മനി മുഴുവൻ ആളുകളിലേക്ക് എത്താൻ തുടങ്ങി. വലിയ വ്യവസായികളും ബിസിനസ് നേതാക്കളും അദ്ദേഹത്തെ പിന്തുണച്ചു.